നമസ്കാരം, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് മീ ബാൻഡ് സീരീസിലെ 4ാമത്തെ അംഗമായിട്ടുള്ള മീ ബാൻഡ് 4, അതായത് മീ സ്മാർട്ട് ബാൻഡ് 4നെയാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്ത് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പം ഇതാണ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഒരു നോർമലായിട്ടുള്ള ഒരു ടിപ്പിക്കൽ സയോമയുടെ മീ പ്രോഡക്റ്റ് എങ്ങനെയാണോ വരുന്നത് അതേ പാക്കിങ്ങിലാണ് ഇതും നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഓറഞ്ച് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു പാക്കേജ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ബോട്ടം സൈഡിൽ നിന്ന് പൊട്ടിച്ചു തുടങ്ങാം. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ സീലിംഗ് അഴിക്കുമ്പോഴത്തേക്കും നമുക്കൊരു വൈറ്റ് ബോക്സ് ആണ് നമ്മളെ സ്വീകരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒരു വൈറ്റ് ബോക്സ് ആണ്. ഇതിൽ നമുക്ക് ടോട്ടലായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് ബാൻഡ് ഉണ്ടാവും, ഒരു ചാർജിങ് കേബിൾ ഉണ്ടാവും. ആക്ച്വലി ചാർജിങ് കേബിൾ അല്ല, ഒരു ക്യാപ്സ്യൂളാണ്. ഒരു ക്യാപ്സ്യൂൾ ഇട്ട് ചാർജ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഒരു പുതിയ ഇൻവെൻഷനാണ് അവർ ചെയ്തിരിക്കുന്നത്. സയോമി ചെയ്തിരിക്കുന്ന പുതിയൊരു ടൈപ്പ് ചാർജർ അഡാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബാൻഡ് ക്യാപ്സ്യൂൾ ഇട്ടിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രേ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു വില ഇപ്പോൾ പറഞ്ഞേക്കാം. 2499 രൂപയാണ് MRP വരുന്നത്. ഏകദേശം നമുക്ക് ഓഫർ പ്രൈസിന് 2300 രൂപയ്ക്കും മീ സ്റ്റോറിൽ 2400 രൂപയ്ക്കും ആദ്യത്തൊക്കെ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് മീയുടെ ചാർജ് ചെയ്യുന്ന പുതിയൊരു ഡോങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ക്യാപ്സ്യൂൾ ഇട്ട് ചാർജ് ചെയ്യുന്ന ടൈപ്പ് ഒരു സാധനമാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് പ്രതീക്ഷിക്കേണ്ട, അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂവിൽ ഞാൻ പറയും. ഇപ്പോൾ ജസ്റ്റ് ഇതൊരു അൺബോക്സിംഗ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് USB കേബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചാർജിങ് കേബിൾ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്ലാക്ക് വേരിയൻ്റേ വരുന്നുള്ളൂ. അത് നമുക്ക് ഇപ്പം കോമൺ ആയിട്ട് ബ്ലാക്ക് വേരിയൻ്റ് ആണ് വരുന്നത്, വൈറ്റ് അവൈലബിൾ അല്ല. പിന്നെ സ്ക്രീൻ ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 4.68 cm പ്ലസ് 1.78 cm ഒക്കെയാണ് വരുന്നത്. അഡ്ജസ്റ്റബിൾ ലെങ്ത് ഏകദേശം 15 mm ഒക്കെ വരും. അപ്പോൾ അതൊന്നും ഞാൻ കൂടുതലായിട്ട് ടെക്നിക്കൽ വശങ്ങളൊന്നും പറയുന്നില്ല, കാരണം അതൊക്കെ പറഞ്ഞാൽ ബോറായിപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ മീ ബാൻഡ് എന്ന് പറയുന്നത്. ഒരു ചെറിയ പാക്കിൽ നമുക്ക് മീ ബാൻഡ് കിട്ടും. അത്യാവശ്യം എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സ്റ്റാഫ് മാറിയിട്ടുണ്ട്. പഴയ മീ ബാൻഡ് സീരീസിലുള്ള സ്റ്റാഫ് അല്ല. ഇതൊരു പോളിമർ ആയിട്ടുള്ള ഒരു പോളിമർ പ്ലാസ്റ്റിക് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ബാൻഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ബാൻഡാണ്. ഒരു ആപ്പിൾ വാച്ചൊക്കെ കയ്യിലിട്ട് നടക്കുന്ന ഒരു ഇത് വരും, അത്രയ്ക്കില്ല, എന്നാൽ പോലും ആ ഒരു ഇതിലേക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാക്കേജും അൺബോക്സിങ്ങും. നമുക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ഇതിൻ്റെ ഒരു റിവ്യൂ എന്താണെന്നുണ്ടാവും. ബൈ.